എൻ്റെ അനിയത്തിമാർക്ക് ആർക്കും പായസം ഇഷ്ടമല്ല. അവരവരുടെ ജീവിതത്തിൽ പായസം കഴിച്ചിട്ടില്ല. ഇത് ഓസി ഇഷാനിയെ ഇൻഫ്ലുവൻസ് ചെയ്തു, ഇഷാനി ഓസിയും കൂടി ഹൻസിക്കാനെ ഇൻഫ്ലുവൻസ് ചെയ്തു. എനിക്ക് ഇഷ്ടമല്ല. കുഴപ്പമില്ല, പായസത്തിന്റെ അത്രയും കുഴപ്പമില്ല. പായസം അയ്യോ, ഞാൻ ജനിച്ചിരുന്നവരെ കഴിച്ചിട്ടില്ല. ഞാനും ഇഷാനി ഹൻസിക്കും പായസം കഴിക്കും. പായസം നിങ്ങൾ എന്തായാലും കഴിക്കും. 3 പ്രത്യേകിച്ച് പാൽപ്പായസം. താനും ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതേ, എല്ലാവരും ഓണം ആഘോഷിച്ച് വലിയ സന്തോഷത്തിലിരിക്കുന്ന ഒരു സമയമായിരിക്കും. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ. ഈ ഒരു ഓണത്തിന്റെ അവസരത്തിൽ ഏറെ നടുക്കമുളവാക്കുന്ന ചില വീഡിയോസ് കാണാനിടയായി. എന്താണ് സംഭവിച്ചത്? അതേ, നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ നെഞ്ചിലേറ്റി വളർത്തി വലുതാക്കിയ ആ ഒരു കുടുംബം, അതേ KKG ഫാമിലിയുടെ അവസ്ഥ നമുക്കറിയാം. ഈ കഴിഞ്ഞ വർഷം ഏറ്റവും അധികം ഏറിൽ നിന്ന ഒരു കുടുംബമായിരുന്നു. അതായത് ഓണാഘോഷം ഏറിലാണോ ഭൂമിയിലാണോ എന്നറിയാത്ത രീതിയിൽ കുഴുങ്ങിയിരുന്ന ഈ ഒരു ഫാമിലി ഒരുപക്ഷെ ഏറിൽ തന്നെ ഈ ഒരു വർഷം ഓണാഘോഷം നടന്നേക്കാം. അതായത് അപ്പൂപ്പൻ മരിച്ച ഒരു സംഭവമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഓണം ഈ വർഷം ഇല്ല എന്ന് നിരവധി ആരാധകർ കമന്റ് ഇടുന്നുണ്ടായിരുന്നു. എന്നാൽ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് ഓണം ആഘോഷിക്കാൻ വേണ്ടി കുടുംബം ഒന്നടങ്കം 4 ഓണത്തിന് ശേഷം വൈകാതെ തന്നെ ഏറിൽ കയറാൻ, അതായത് ചതയത്തിന് ശേഷം ഉടൻ ഏറിൽ കയറാനുള്ള ഒരു തത്രപ്പാടിൽ തന്നെയാണ് ഈ ഒരു കുടുംബത്തിന്റെ, സെലിബ്രിറ്റി കുടുംബത്തിന്റെ ഒരു ഉദ്ദേശം എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവിച്ചത്? വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ നിലയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. ആദ്യം തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ വൈറലാവുന്ന ഈ ഒരു ഫാമിലിയുടെ ചില വെളിപ്പെടുത്തലുകൾ പായസവുമായി, അതായത് ഓണത്തിന്റെ പായസവുമായി ബന്ധപ്പെട്ട് വരുന്ന ചില വീഡിയോകൾ കണ്ടതിന് ശേഷം എന്താണ് അശ്വിൻ ഗണേശിന്റെ അവസ്ഥ? ഓന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും മീനമ്മയ്ക്കും മീനപ്പനും ഈ ഓണത്തിനെങ്കിലും ഓനെ കാണാൻ സാധിച്ചോ? ഓമിയെ കാണാൻ സാധിച്ചോ? എന്താണ് സംഭവിച്ചത്? 1 by 1 ആയിട്ട് വരട്ടെ. പരിപ്പ് വന്നപ്പോൾ ഞാൻ പരിപ്പുണ്ടോ? അശ്വിന് പരിപ്പ് കഴിക്കില്ല. അപ്പം അശ്വിൻ, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, എനിക്ക് പരിപ്പ് വേണം. ഞാൻ പൊതുവെ പരിപ്പ് കഴിക്കണം കണ്ടിട്ടില്ല. സാമ്പാർ പരിപ്പും നെയ്യും എപ്പോഴും ഓവി കഴിക്കും. എൻ്റെ അനിയത്തിമാർക്ക് ആർക്കും പായസം ഇഷ്ടമല്ല. അവരവരുടെ ജീവിതത്തിൽ പായസം കഴിച്ചിട്ടില്ല. ഇത് ഓസി ഇഷാനിയെ ഇൻഫ്ലുവൻസ് ചെയ്തു, ഇഷാനി ഓസിയും കൂടി ഹൻസിക്കാനെ ഇൻഫ്ലുവൻസ് ചെയ്തു. എനിക്ക് ഇഷ്ടമല്ല. കുഴപ്പമില്ല, പായസത്തിന്റെ അത്രയും കുഴപ്പമില്ല. പായസം അയ്യോ, ഞാൻ ജനിച്ചിരുന്നവരെ കഴിച്ചിട്ടില്ല. ഞാനും ഇഷാനി ഹൻസിക്കും ടേസ്റ്റ് പോലും ചെയ്തിട്ടില്ല. പായസത്തോടെ ഞാൻ സത്യം പറഞ്ഞാൽ കഴിക്കൂല, എനിക്ക് ഒട്ടും പറ്റൂല. അതായത് KKG ഫാമിലിയിലെ കുടുംബത്തിന്റെ കുട്ടികളിൽ അഹാന ഒഴികെയുള്ള ഓസിമോൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പായസം തീരെയും താല്പര്യമില്ല. ജീവിതത്തിൽ ഒരു പായസം കുടിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. അത്തരത്തിൽ ഒരുപക്ഷെ കേരളക്കരയെ നടുക്കുന്ന രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് കുടുംബത്തിലെ മുതിർന്ന അംഗം കൂടിയായ അഹാന മോളാണ്. എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു വീഡിയോ ഇന്നലെ വന്നിരിക്കുന്നു. അതേ, ഓസിമോൾ ഇന്നലെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് അശ്വിൻ ഗണേശും ഓസിമോളും സദ്യ കഴിക്കുമ്പോൾ എന്താണ് ഉണ്ടായത്? പായസം നിങ്ങൾ എന്തായാലും കഴിക്കും. 3 പ്രത്യേകിച്ച് പാൽപ്പായസം. അത് ഏറെ നടുക്കത്തോടെ അല്ലാതെ ഈ ഒരു വീഡിയോ ഓസിമോളുടെ, അതായത് KKG ഫാമിലിയുടെ ആരാധകർക്ക് കണ്ടിരിക്കാൻ സാധിക്കത്തില്ല. അതായത് ജീവിതത്തിൽ ഒരിക്കൽ പോലും പായസം കുടിക്കില്ല, പായസം തങ്ങൾക്ക് ഇഷ്ടമല്ല, ചാകേണ്ടി വന്നാൽ പോലും പായസം കുടിക്കില്ല എന്ന് പറഞ്ഞ താരങ്ങൾ 3 പായസവും പാൽപ്പായസവും അടക്കം കുടിക്കുമെന്നുള്ള വെളിപ്പെടുത്തൽ നടത്തുന്നു. എന്തായിരിക്കും ഈ ഒരു ഫാമിലിക്ക് ഇങ്ങനെ ഒരു പൊരുത്തക്കേട്? അതായത് പറഞ്ഞ വാക്കുകൾ മാറ്റി പറയേണ്ടുന്ന അവസ്ഥ. അല്ലെങ്കിൽ നേരത്തെ നമുക്കറിയാം KKG അമ്മമാരെ ഏറെ സ്നേഹിക്കണമെന്നും ഉപം കൊടുക്കണമെന്ന് പറഞ്ഞ KKG തൊട്ട് പിറ്റത്താഴ്ച നമ്മൾ കണ്ടത് സ്വന്തം അമ്മൂമ്മയെ ആട്ടിയിറക്കുന്ന പുലഭ്യം പറയുന്ന അഹാന മോളെയാണ്. അങ്ങനെ നിരവധി പൊരുത്തക്കേടുകൾ ഈ ഒരു കുടുംബത്തിൽ കാണുന്നു. ഏറെ ദുഃഖകരമായ അവസ്ഥ തന്നെയാണ്. അതായത് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് മറ്റെവിടെയോ ഒരു ഓണാഘോഷം നടത്തി, അപ്പൂപ്പൻ മരിച്ചിട്ട് ഓണം ഒഴിവാക്കിയെന്ന് ആരാധകർ ധരിച്ചിരുന്നപ്പോൾ അങ്ങനെയല്ല, തങ്ങൾ ഓണം ആഘോഷിക്കുന്നു എന്നുള്ള തരത്തിൽ ഓബയോസിയുമായി ബന്ധപ്പെട്ട് ഒരു ഓണാഘോഷം സംഘടിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ആരാധകർ കാത്തിരുന്നത് ഈ ഒരു
ഓണത്തിനെങ്കിലും അശ്വിൻ ഗണേശിന്റെ വാപ്പയും ഉമ്മയുമായ മീനമ്മയും മീനപ്പനും ഉണ്ടാകുമെന്നുള്ള വലിയ പ്രതീക്ഷ. അതായത് കൊച്ചിന്റെ ഓമ്മിക്കുട്ടന്റെ ബർത്ത്ഡേക്ക് വന്നില്ല, ഓണത്തിനെങ്കിലും ഒരു വരും. ഓണത്തിനും കൂടി ഒരു വന്നില്ലെങ്കിൽ ഇത് വലിയ ശണ്ടയായിരിക്കുന്നു. അതായത് ഓന്റെ അച്ഛനെയും അമ്മയും ഓൻ പൂർണ്ണമായി ഉപേക്ഷിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു. അതറിയാൻ വേണ്ടി കാത്തിരുന്ന ജനങ്ങൾക്ക് കനത്ത തിരിച്ചടി. അതായത് ഈ ഒരു ഓണാഘോഷത്തിനും അശ്വിന്റെ ഉമ്മയും ബാപ്പയും വന്നിട്ടില്ല എന്നുള്ളത് ഏറെ ദുഃഖകരമായ അവസ്ഥ. പിന്നീട് എന്താണ് ഉണ്ടായത് വരട്ടെ. പ്രത്യേകിച്ച് പാൽപ്പായസം. താനോ അത് ആ ഞടുക്കുന്ന വെളിപ്പെടുത്തൽ. നമുക്കറിയാം ഒരു ശുദ്ധ ബ്രാഹ്മണനായ അശ്വിൻ, ഓൻ പറയുന്നത് അതായത് ഓനോട് ഓസിമോള് ചോദിക്കുകയാണ്, അനക്ക് പായസം വേണ്ടേ, പായസം കുടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പിരിയും. അതായത് പാല് കുടിച്ചാൽ പിരിയുന്നൊരവസ്ഥ ഏതൊരു സാഹചര്യത്തിലാണ്. അതായത് അശ്വിൻ നന്നായി മദ്യപിച്ചിരിക്കുന്നു. അശ്വിൻ മദ്യപിച്ച് മതോന്മത്തനായി. അശ്വിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെ വ്യക്തമാണ്. പപ്പടം കഴിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ അബ്നോർമാലിറ്റി. അതായത് അശ്വിൻ ഗണേശ് എന്ന് പറയുന്ന ഈ ഒരു പഹയൻ ഓൻ ഓണത്തിന് മദ്യപിച്ചിരിക്കുന്നു. മദ്യപിച്ച് മതോന്മത്തനായി ഓന്റെ കൈകൾ വിറയ്ക്കുന്നു, നാവ് കുഴയുന്ന ഒരവസ്ഥ. അതായത് നമുക്കറിയാം കേരളത്തിന് തമിഴ്നാട്ടിൽ നിന്നുള്ള വലിയൊരു സംഭാവന 2-3 ആളുകൾ മാത്രമാണ് ഇത്തരത്തിലുള്ളത്. തമിഴ്നാടിന്റെ ഒരു മകൻ, കേരളത്തിന്റെ ഒരു മരുമകനായ അശ്വിൻ ഗണേശ് ഏതൊരു സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ മദ്യപിക്കേണ്ട സാരി. ഓനെ കുറ്റം പറയാൻ പറ്റത്തില്ല ഈ ഒരു വിഷയത്തിൽ. അതായത് ഈ ഒരു ഓണത്തിനെങ്കിലും ഓന്റെ വാപ്പയും ഉമ്മയും കാണാൻ കഴിയാത്തൊരവസ്ഥ. സ്വല്പം അടിച്ചതിൽ ഒരിക്കലും ഞാൻ ഓനെ കുറ്റം പറയത്തില്ല. അതായത് ഓൻ പറയുകയാണ്, ഞാനൊക്കെ പായസം വേണ്ട, പായസം കുടിച്ചു കഴിഞ്ഞാൽ പിരിയുമെന്ന് പരസ്യമായി വീഡിയോയിലൂടെ പറയുന്നൊരവസ്ഥ ഏറെ ദുഃഖത്തോടെ. അല്ലാതെ ഓസി ഫാമിലി, അതായത് അച്ഛൻ ഒരുപക്ഷെ ഇനി ഒരു പൂർണ്ണ മദ്യപാനത്തിലേക്ക് മനോവിഷം കൊണ്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ഫാമിലിയുടെ അവസ്ഥ എന്താവും? ഓസിമോൾ, നമ്മൾ നെഞ്ചിലേറ്റിയ ഓസിമോളുടെ ആ ഒരു കുടുംബത്തിന്റെ അവസ്ഥ എന്താവും? ഏറെ ഞെട്ടലോടെ അല്ലാതെ ഈ ഒരു വീഡിയോ ഓസിയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് കണ്ടു തീർക്കാൻ കഴിയില്ല. ഐസത്തിന്റെ കേസിൽ പൂർണ്ണമായി പെൺകുട്ടികളെ കുറ്റം പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിന്ധു ചേച്ചി വെച്ച ആ ഒരു പായസം നിങ്ങളൊന്ന് കാണുക. അതായത് സിന്ധു ചേച്ചി വളരെ എഫേർട്ട് എടുത്ത് സേമിയ പായസം വെച്ചതിന് ശേഷം അതിന്റെ ഒരു റിസൾട്ട് വരട്ടെ. അമ്മയടുത്ത് പോയിട്ടെ അടപ്പായസം ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചാലോ? അമ്മ, അടപ്പായസം ഉണ്ടാക്കാൻ ഒരു മൂടുണ്ടോ? അത് ഭയങ്കര പണിയാണ്. സേമിയ പായസം ആണെങ്കിലോ? ഇഫ് യു ക്യാൻ ഹെൽപ്പ് മീ, നമുക്ക് നോക്കാം. ഓക്കെ. അമ്മു, സേമിയ ഇവിടെ ഇരുന്ന് കേടായി പോയി കേട്ടോ. ഞാൻ കിഷ്മിഷ് പിന്നെ ഇടുന്നത് പായസം ഇഷ്ടമല്ല. അവരവരുടെ ജീവിതത്തിൽ പായസം കഴിച്ചിട്ടില്ല. ഇത് ഓസി ഇഷാനിയെ ഇൻഫ്ലുവൻസ് ചെയ്തു, ഇഷാനി ഓസിയും കൂടി ഹൻസിക്കാനെ ഇൻഫ്ലുവൻസ് ചെയ്തു. ഇച്ചിരി കൂടിപ്പോയോ? അല്ലല്ല, ഇതൊരു പുതിയ ടൈപ്പ് ഞാൻ കണ്ട റെസിപ്പിയാണ്. കൊണ്ടുവന്ന് ട്രൈ. ഇനി ഒഴിക്കട്ടെ? പാല് കുറേ വേണം. അപ്പൊ പായസം ഏത് കളറായിട്ടിരിക്കും? നമുക്ക് ലൈറ്റ് ബ്രൗണിഷ് ഷെയ്ഡിലിരിക്കും, പിങ്ക് ഷെയ്ഡിലിരിക്കും. ഓക്കെ, ദിസ് കളർ ഇസ് ലുക്കിംഗ് ഫൈൻ. നമ്മുടെ പാൽ പായസത്തിന്റെ കളർ കിട്ടും ഇതിന്. സേമിയ പായസം കാണാൻ അടപ്പായസം പോലെ ആയിപ്പോയതൊരു തെറ്റല്ലോ. ഇത് ചേച്ചിയുടെ പായസം കുടിക്കാത്തതിൽ ഈ 3 പിള്ളേരെ ഒരു തരത്തിലും കുറ്റം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സേമിയ പായസം, അതായത് അംഗനവാടി പഠിക്കുന്ന പിള്ളേർക്ക് പോലും ഉണ്ടാക്കാൻ അറിയാവുന്ന, അതിന്റെ ബാക്കിൽ എഴുതിയും വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് സേമിയ ഉണ്ടാക്കുന്നത്. അതുപോലും ചൊവ്വേതേരം ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സിന്ധു ചേച്ചി സേമിയ പായസം ഉണ്ടാക്കി വെച്ചേക്കുന്ന ഏറെ ദുഃഖകരമായ അവസ്ഥ. ഈ ഒരു പായസവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട്. പായസവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കമന്റുകൾ അവിടെ വന്നേക്കാം. ഈ ഒരു പൊരുത്തക്കേടുകൾ, ഇവരുടെ സ്റ്റേറ്റ്മെന്റിലുള്ള പൊരുത്തക്കേടുകളിൽ നിരവധി ആളുകൾ ഇനി കമന്റ് ചെയ്തേക്കാം. ഏറിൽ പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇതിനിടയിൽ നിരവധി ആളുകൾ അന്വേഷിക്കുന്നത്, അതായത് തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അമ്മയെ കാണാൻ, അതായത് ഒരു ഓണത്തിന് അമ്മയെ കാണാൻ പോകാത്ത സിന്ധു ചേച്ചി, അമ്മമ്മയുടെ അവസ്ഥ എന്താണ്? നമുക്കറിയാം വസന്ത അമ്മൂമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അമ്മൂമ്മ തീർച്ചയായും വലിയ സന്തോഷത്തിൽ തൻവി മോളോടൊപ്പം ഓണം ആഘോഷിക്കുന്ന ഒരു അമ്മൂമ്മയായിരിക്കാം. എന്താണ് അവിടെ സംഭവിച്ചത്? അവരുടെ ബ്ലോഗിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. ഏറെ ദുഃഖകരമായ അവസ്ഥ. അതായത് ഓണമായിട്ട് അമ്മുമ്മന്റെ പൊടി പോലും ഇല്ലെന്നുള്ളത് ഏറെ ദുഃഖത്തോടെയല്ല നമുക്ക് കണ്ടിരിക്കാൻ സാധിക്കത്തില്ല. അതായത് അമ്മുമ്മനെ പൂർണ്ണമായും 2 കൂട്ടരും 2 കൂട്ടരും ഈ ഒരു ഓണത്തിനെ ഒഴിവാക്കിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പരിധി വരെ ഇവറ്റകളെ കുറ്റം പറയാൻ സാധിക്കത്തില്ല. അതുപോലുള്ള കേട്ടാലറയ്ക്കുന്ന കണ്ടാലറയ്ക്കുന്ന തെറികളല്ലേ ആ ഒരു അമ്മുമ്മ വിളിച്ചത്. ഇത്തരത്തിൽ നോക്കുമ്പോൾ ഈ രീതിയിൽ ഒരു ഓണ സമ്മാനം അമ്മുമ്മയ്ക്ക് കൊടുത്തതിൽ ഒരു തെറ്റും പറയാൻ കഴിയത്തില്ല. കഴിഞ്ഞ ഓണത്തിനൊക്കെ സ്റ്റൗ ആയിക്കോട്ടെ, ഡയമണ്ട് റിംഗ് ആയിക്കോട്ടെ, മാല ആയിക്കോട്ടെ, നിരവധി സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന സിന്ധു ചേച്ചി മഹാന മോളും ഈ ഓണത്തിന് തിരിഞ്ഞു
നോക്കിയിട്ടില്ല. ആകെ ഉണ്ടായിരുന്ന തൻവി മോള് അമ്മുമ്മനെ തിരിഞ്ഞു നോക്കിയില്ല. ഏറെ ദുഃഖകരമായ അവസ്ഥ. അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ KKG ഫാമിലിയുടെ ഓണം വലിയ രീതിയിൽ ഈ വർഷം ജനശ്രദ്ധ ആകർഷിച്ച് പൂർവാധികം ഭംഗിയായി ഓണത്തോടനുബന്ധിച്ച് സെലിബ്രിറ്റി കുടുംബം ഏറിൽ പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുന്നത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. പാൽപ്പായസം താനോ തിരി